ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്ന് വന്നിക്കണത് ഞാൻ എന്തൊക്കെ ബിസിനസ് ചെയ്തു, ഏത് ബിസിനസ് ചെയ്തിട്ടാണ് ഞാൻ വിജയിച്ചത്, അങ്ങനെ കുറേശ്ശെ ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഒന്നിച്ച് നമ്മൾ പറയുമ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ ഞാൻ കുറേശ്ശെ ആയിട്ട് ഞാൻ ചെയ്ത ബിസിനസ്സുകളും എന്തൊക്കെയായിരുന്നു എൻ്റെ ചരിത്രം ഞാൻ കുറേശ്ശെ ആയിട്ട് ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കമൻറ്റിലൂടെ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാൻ കുറേ ബിസിനസ്സുകൾ ചെയ്ത ആളാണ്. ചെറുപ്പത്തിലേ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. കാരണം ഒരു 13 വയസ്സ് സമയത്ത് 13 വയസ്സ് സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞു കേട്ടോ. എനിക്ക് കടയിലേക്ക് പോകാനായിക്കണു. അപ്പോൾ എനിക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതിന് കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വേണം എനിക്ക് കടയിൽ പോകണമെങ്കിൽ. അപ്പോൾ 13 വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കൂടുതൽ പഠിക്കാനും സാഹചര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. 1990-ലാണ് എൻ്റെ കല്യാണം. അപ്പോൾ എനിക്ക് 50 വയസ്സായി. ഈ സമയത്തും ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പറ്റും. എന്ത് ചെയ്യാനും നമുക്കതിനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഒരു ബിസിനസ് തുടങ്ങി നമുക്കത് വിജയിപ്പിക്കാൻ പറ്റും. അതിനുള്ള മനസ്സാണ് ആദ്യം നമുക്ക് വേണ്ടത്. പിന്നെ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വിജയിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തെങ്കിലുമൊക്കെ എനിക്കറിയുന്ന എന്തുവാണെങ്കിലും ഞാൻ പറഞ്ഞു തരും. ഞാൻ ചെയ്തതൊക്കെ ചോറ് കൊണ്ടുപോകാൻ വേണ്ടി പാത്രത്തിലാക്കുകയാണ് കേട്ടോ. എനിക്കറിയണ എന്തൊക്കെയാണെങ്കിൽ ഞാനത് എനിക്കറിയണ പോലെ ഞാൻ പറഞ്ഞു തരും. അപ്പം അങ്ങനെ ഈ 13 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു 5-8 വർഷം കഴിഞ്ഞ 2 കുട്ടികളൊക്കെ ആയതിന് ശേഷം ഞാൻ പിന്നെ സൗദിയിൽ പോയി. സൗദിയിൽ പോയപ്പോഴും എനിക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവിടെ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളും നല്ല സന്തോഷമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ റൂമിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം, എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ പറഞ്ഞു ഈ വിദ്യാഭ്യാസമല്ല നമുക്ക്, അപ്പോൾ നമ്മളെന്ത് ബിസിനസ്സാണ് ചെയ്യുക, വിദ്യാഭ്യാസം അല്ലാത്ത നമ്മൾ സൗദിയിൽ പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ വീഡിയോസുകൾ ഓരോന്നും ഇങ്ങനെ കാണും. അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു മെഷീൻ വാങ്ങിത്തരാൻ പറഞ്ഞ് ചോറാക്കുകയാണ് കേട്ടോ പോകാൻ വേണ്ടി. അപ്പോൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി കടയിലെത്തി. ഞാൻ കടയിൽ വന്നാൽ ഹെൽത്തിൻ്റെ ആൾക്കാരൊക്കെ വരും. അപ്പോൾ നമ്മളതിൻ്റെ പൊടികൾ വലിച്ച പൂപ്പലോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യും. കാരണം നമ്മൾ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന പൊടികളാണ് വറുത്ത്. ഇതുവരെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ എങ്കിലും ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എപ്പോഴും നമ്മളൊന്ന് ചെക്ക് ചെയ്യണത് നല്ലതല്ലേ. അപ്പോൾ ഞാൻ എല്ലാതും ഒന്ന് ചെക്ക് ചെയ്യും. പിന്നെ പൊടികളൊക്കെ കുറേ പാക്കറ്റാക്കാനുമുണ്ട്. അങ്ങനെ ഞാൻ ചെറുതായിട്ട് യൂട്യൂബിൽ നിന്ന് പഠിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും പഠിഞ്ഞില്ല സത്യത്തിൽ. പിന്നെ ഞാൻ ചുരിദാറൊക്കെ വെച്ച് തുന്നുന്നല്ലാതെ കാര്യമായിട്ടൊന്നും എനിക്ക് പഠിഞ്ഞിരുന്നില്ല. പിന്നെ ഞാൻ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന സമയത്ത് തുന്നൽ പഠിക്കാൻ വേണ്ടി ഒരു 15 ദിവസം തുന്നൽ പഠിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടോ. അങ്ങനെ പോയതിന് ശേഷം പിന്നെ അതിൻ്റെ ഉള്ളിൽ കടയിൽ കയറുകയാണ്. അതിലൊരു 10-50 കിലോത്തോളം മല്ലി പാക്കറ്റാക്കാണ്ട്. അപ്പം ഞാനിന്ന് കൂടുതലായിട്ട് നിങ്ങളെ പറഞ്ഞ് വെറുപ്പിക്കണില്ല. ഞാൻ കുറേശ്ശെ ആയിട്ട് വീഡിയോയിൽ കൂടി എല്ലാതും പറയും. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറേശ്ശെ വീഡിയോയിൽ കൂടി പറയുക. അല്ലെങ്കിൽ വലിയ ലെങ്ത്തുള്ളൊരു വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. കുറേശ്ശേ ഉള്ളൂ എനിക്ക് പറയാൻ പറ്റുക. എൻ്റെ കഥകൾ പറയണമെങ്കിൽ കുറേ ലെങ്ത്തുള്ള വീഡിയോ പറയണം. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് തുന്നൽ പഠിക്കാൻ പോയാൽ അതുവരെ നിൽക്കട്ടെ. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.